കാര്യം അവർ വലിയ കേമന്മാരാണെന്ന് മറ്റുള്ളവർ ധരിപ്പിച്ചിട്ട് ആളാകാൻ നോക്കുകയാണ്. ഇങ്ങനെയുള്ള ആളാകന്മാർ എന്തുമാത്രം ആൾക്കാരുടെ വിശ്വാസത്തെ നശിപ്പിച്ചിട്ടുണ്ടെന്നറിയാവോ? ഇതിനാണ് സാത്താൻ അവിടെ കൂടെ കൊണ്ടുവന്ന് വിതച്ചെന്ന് പറയണത്. പ്രഭോ നമ്മൾ നല്ല വിത്തല്ലേ വിതച്ചത്, പിന്നെ കളകളെങ്ങനെ ഉണ്ടായി എന്ന് ചോദിക്കുമ്പോൾ എന്താ പറയണത്? അത് ശത്രു ചെയ്ത പണിയാണെന്ന്. ശത്രു ചെയ്തപ്പോൾ നിരീശ്വരന്മാരിലൂടെയും പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദൈവത്തെക്കുറിച്ച് സംസാരിക്കുന്ന വിഷയം അറിയാൻ പാടില്ലാത്തവന്മാരും പ്രാർത്ഥിക്കാത്തവന്മാരിൽ നിന്നും ദൈവത്തെക്കുറിച്ച് കേൾക്കാൻ നമുക്ക് ബാധ്യതയില്ല. ശ്രുതികട്ടെ ഹല്ലേലൂയ. 4:5-4 ഗലാത്യർ 5:4 ശ്രുതികട്ടെ ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ. ഗലാത്യർ 5:4 നിയമത്തിലാണ് നിങ്ങൾ നീതീകരിക്കപ്പെടുന്നത് എന്ന് കരുതുന്നെങ്കിൽ ക്രിസ്തുവിനോടുള്ള നിങ്ങളുടെ ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു, കൃപാവരത്തിൽ നിന്ന് നിങ്ങൾ വീണു പോവുകയും ചെയ്തിരിക്കുന്നു. കൃപാവരത്തിൽ നിന്ന് വീണു പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഉടമ്പടിയിൽ ഒരു കൃപാവരമാണ് ഇതിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. ഇത് നിങ്ങളിങ്ങനെ നിയമം അനുസരിച്ച് ഇവിടുത്തെ ഉടമ്പടി നിബന്ധനകളും നിയമങ്ങളും കൃത്യമായിട്ട് കർക്കശമായിട്ട് പാലിക്കുന്നതിലാണ് ഉടമ്പടി ഇരിക്കണമെന്ന് വെച്ചാൽ നിങ്ങൾ കൃപാവരത്തിൽ നിന്ന് വീണു പോകും. മറിച്ച് ക്രിസ്തുവിനുള്ള നിങ്ങളുടെ വ്യക്തിപരമായ സ്നേഹത്തിൽ നിന്നാണ്. നിയമങ്ങളില്ലെങ്കിലും ക്രിസ്തുവുമായി നിങ്ങൾക്കുള്ള നിരന്തരമായ വ്യക്തിപരമായ സ്നേഹത്തിലാണ് ഉടമ്പടിയുടെ ലക്ഷ്യവും ഉടമ്പടി നിലനിൽക്കുന്നത്. ചില ആൾക്കാർ നിബന്ധനകളെയൊക്കെ പാലിക്കുന്ന പേടിച്ചാണ്. ചില അക്രൈസ്തവരൊക്കെ ചെന്ന് ഓഫീസിൽ ചോദിക്കും, അയ്യോ ഞങ്ങളെ ഇന്നലെ തിരികെട്ടുപോയി, ഒരു ദിവസം പ്രാർത്ഥിച്ചില്ല, വല്ല കുഴപ്പമുണ്ടാവുക. അതിൻ്റെ അർത്ഥം എന്താണ്? നിബന്ധനകൾ നിങ്ങൾ പേടിക്കുന്നു എന്നതിൻ്റെ അർത്ഥം. അതിൻ്റെ മറുപടിയാണ് ഇപ്പോൾ ഈശോ പറഞ്ഞിരിക്കണത്. ഒന്ന് വായിച്ചേ, ശ്രുതികട്ടെ ഹല്ലേലൂയ. നിയമത്തിലാണ് നിങ്ങൾ നീതീകരിക്കപ്പെടുന്നത് എന്ന് കരുതുന്നെങ്കിൽ, നിയമത്തിലാണ്, നിബന്ധനകളിലാണ്, നിബന്ധനകൾ നിയമപൂർവ്വം പാലിക്കുന്നതിലാണ് നിങ്ങൾ നീതീകരിക്കപ്പെടുന്നു എന്ന് കരുതുന്നെങ്കിൽ ക്രിസ്തുവിനോടുള്ള നിങ്ങളുടെയും ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഡ്രാസ്റ്റിക്. അതായത് ക്രിസ്തുവിനോടുള്ള നിങ്ങളുടെ ബന്ധം വിച്ഛേദിക്കപ്പെടും. അപ്പം നിങ്ങൾ നിയമത്തിൻ്റെ നൂലാമാലകൾ കടിച്ചു തൂങ്ങിയിട്ട് അത് പാലിക്കുന്നതിലാണ് നിങ്ങൾ ലക്ഷ്യം വെക്കണമെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ക്രിസ്തുവിനോടുള്ള ബന്ധം നിങ്ങൾ വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. വായിച്ചോളൂ. കൃപാവരത്തിൽ നിന്ന് നിങ്ങൾ വീണു പോവുകയും ചെയ്തിരിക്കുന്നു. കൃപാവരത്തിൽ നിങ്ങൾ വീണു പോവുകയും ചെയ്തിരിക്കുന്നു. എൻ്റെ മക്കളെ, അപ്പോൾ എന്താ വിഷയം? ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിലാണ് നിങ്ങളിതെല്ലാം ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇനി ഇൻ കേസ് തീർന്നു പോയാലും ഉപ്പ് തീർന്നു പോയാലും എന്താണ് ഉപ്പ് തീരാത്തത്? എന്താണ്? കർത്താവിനോടുള്ള സ്നേഹവും. ആ സ്നേഹമുള്ളവൻ സ്നേഹത്തിൽ ജീവിക്കും, സ്നേഹത്തിൻ്റെ സുവിശേഷത്തിന് സാക്ഷിയാകും. ഉടമ്പടി തന്നെയാണ് നിലനിൽക്കുന്നത്. ശ്രദ്ധിക്കട്ടെ. 4:22 എൻ്റെ മഹത്വവും ഈജിപ്തിലും മരുഭൂമിയിലും വെച്ച് ഞാൻ ചെയ്ത അടയാളങ്ങളും കണ്ടിട്ടും എന്നെ 10 പ്രാവശ്യം പരീക്ഷിക്കുകയും എൻ്റെ സ്വരം അവഗണിക്കുകയും ചെയ്ത ഈ ജനത്തിൽ ആരും അവരുടെ പിതാക്കന്മാർക്ക് ഞാൻ വാഗ്ദാനം ചെയ്ത ദേശം കാണുകയില്ല. ഇതെന്താ പ്രശ്നം വെച്ചാൽ, നമ്മൾ ദൈവത്തിൻ്റെ അടയാളങ്ങൾ കണ്ടത് മറ്റുള്ളവരുടെ സാക്ഷ്യത്തിൽ കണ്ടതാണ്, നമ്മുടെ സാക്ഷ്യത്തിന് അടയാളം കണ്ടതാണ്, ഇല്ലേ? അപ്പോൾ ദൈവത്തിൻ്റെ അടയാളം കണ്ടവരെന്താ ചെയ്യേണ്ടത്? എന്താ പറഞ്ഞിരിക്കണത്? വായിച്ച്. എൻ്റെ മഹത്വവും പറഞ്ഞ് എൻ്റെ മഹത്വവും അടയാളങ്ങളും കണ്ടിട്ടും എന്നെ പരീക്ഷിക്കുകയും എൻ്റെ സ്വരം അവഗണിക്കുകയും ചെയ്ത ആരും ഞാൻ വാഗ്ദാനം ചെയ്ത ദേശം കാണുകയില്ല. അപ്പൊ ഇടയ്ക്ക് വെച്ച് നമുക്ക് എന്തെങ്കിലും തരത്തില് ദൈവത്തിൻ്റെ മഹത്വം കണ്ടവര്, അടയാളം കണ്ടവര്, അടയാളം കേട്ടവര്, പക്ഷേ വചനം പാലിക്കുന്നില്ലവരെ. അവരിങ്ങനെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്, പക്ഷെ വചനം അവർ പാലിക്കണില്ല, ദൈവത്തിൻ്റെ സ്വരം കേൾക്കുന്നില്ല, അതിനുള്ള എളിമ അവർക്കില്ല. അമ്മ എങ്ങനെയാണ് ഗർഭിണിയായത്? ഈശോയെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് എളിമപ്പെട്ടിട്ടാണ് വചനം കേട്ടത്. വചനം കേൾക്കണമെങ്കിൽ ആദ്യം വേണ്ടത് എളിമയാണ്. അപ്പോൾ തന്നെ പൈലറ്റ് പറയണത്, എനിക്ക് അഹങ്കാരമായിരുന്നു, 21 വയസ്സിൽ തന്നെ ഞാൻ പൈലറ്റ് ആയല്ലോ, എല്ലാവരേക്കാൾ കേമനാണെന്ന് എനിക്ക് തോന്നിയായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി ദൈവത്തിൻ്റെ മുമ്പിൽ എളിമപ്പെടാതെ എനിക്ക് ഇന്ത്യൻ പരീക്ഷ എഴുതിയാൽ ഞാൻ ജയിക്കത്തില്ലെന്ന്. അപ്പം ഞാൻ തന്നെ വന്ന് ഉടമ്പടി എടുത്തു. അതാ പ്രശ്നം. അമ്മയെ കൊണ്ടല്ല, ഞാൻ തന്നെ വന്ന് ഉടമ്പടി എടുത്തിട്ട് ഞാൻ തന്നെ അതെല്ലാം പാലിച്ചു. ഞാൻ തന്നെ പത്രങ്ങളെല്ലാം കൊണ്ടുപോയി കൊടുത്തു. എനിക്ക് മനസ്സിലായി അഹങ്കാരമാണ് ദൈവം പ്രവർത്തിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന്. അപ്പം ഞാൻ എളിമപ്പെട്ടു.
അപ്പോൾ ഞാൻ ഇന്ത്യയുടെ പരീക്ഷ എഴുതി 15 മണിക്കൂർ ഞാൻ പറപ്പിച്ചു, ഞാൻ ജയിച്ചു വന്നു. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ. മനസ്സിലായില്ലേ? ദൈവത്തിൻ്റെ വചനങ്ങളെ പാലിക്കണമെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്? എളിമ വേണം. അത് ഞാൻ വലിയ കേമനാണ്, ഞാൻ തറവാടിയാണ്, ഞാൻ ബുദ്ധിയുള്ളവനാണ്, വിദ്യാഭ്യാസമുള്ളവനാണ്, ഞാനിങ്ങനെ ഭയങ്കര സർവീസുള്ള ആൾക്കാരാണ്, ഞാനൊക്കെ ഇങ്ങനെ വന്ന് ഇവിടെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ ആൾക്കാരെന്ത് വിചാരിക്കും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ചില ആൾക്കാരൊക്കെ ഭാര്യയെ കൊണ്ട് ഉടമ്പിടിപ്പിക്കും. എന്നിട്ട് പുള്ളിക്കാരൻ വണ്ടിയൊക്കെ തന്നെ ഇരിക്കും. ആ ഇരിപ്പ് തലവാദ രോഗിയപ്പോൾ അവിടെ ഇരിക്കുകയുള്ളൂ, ഇയാൾ രക്ഷപ്പെടത്തില്ല. എന്താ കാര്യം? ദൈവത്തിന് അറിയാം നീ ശുംഭനാണെന്ന്, നീ അഹങ്കാരിയാണ്. നിനക്കേണ്ട 4 ലക്ഷം രൂപ ശമ്പളം കിട്ടുമെന്ന് പറഞ്ഞ് ദൈവത്തിനടുത്ത് ആ മസിൽ പിടിപ്പിച്ച് കാണിക്കുകയാണ്. വല്ല കാര്യമുണ്ടാകും വന്ന് പണി മേടിക്കാൻ? മര്യാദയ്ക്ക് എളിമപ്പെടണം. എളിമപ്പെട്ട് പറയണം, കർത്താവേ, ഞാനൊരു ശ്വാസം പോകുമ്പോൾ തീരാനേ ഉള്ളൂ. എന്നെ നീ ഇവിടെ കൊണ്ടുവന്നിരിക്കണം, എനിക്ക് ജോലി, എൻ്റെ മക്കൾക്ക് ജോലി തരാനൊന്നുമല്ല. നീ നിന്നെ അറിയിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ഞാനത് മനസ്സിലാക്കുന്നു. ഞാൻ എളിമപ്പെട്ടുകൊണ്ട് മറ്റുള്ളവരെക്കുറിച്ച് എന്ത് ധരിച്ചാലും നിന്നെക്കുറിച്ച് ഞാനെന്ത് ധരിക്കുന്നു അതാണ് എൻ്റെ ധാരണയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ശ്രദ്ധിക്കട്ടെ. ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണം. നിങ്ങൾ ഉടമ്പടി ഒന്നും ചെയ്യണ്ട. ഞാൻ നിങ്ങൾക്ക് ഒരു നിയോഗം മാത്രമേ തരത്തുള്ളൂ. നിങ്ങൾ ദൈവത്തിലേക്ക്, കർത്താവേ, നിന്നെ ഒന്ന് സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. ഉടമ്പടിയുടെ ഏറ്റവും വലിയ വാതിലാണിത്. വെച്ചാൽ ദൈവത്തിന് ഒന്ന് കറകളഞ്ഞ് വേറെ ഉദ്ദേശമൊന്നും ഇല്ലാതെ ദൈവം തന്നെ ഏറ്റവും വലിയ ഉദ്ദേശമായിക്കൊണ്ട് ദൈവത്തെ സ്നേഹിച്ച് ജീവിക്കാൻ, ഓരോ വിഷയവും ജീവിതത്തിൽ വരുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തെ അതെങ്ങനെ വർദ്ധിപ്പിക്കുമെന്ന് നോക്കിക്കൊണ്ട് ആ വിഷയത്തെ സമീപിക്കാൻ പ്രത്യേക അഭിഷേകം, കലേബിൻ്റെ അഭിഷേകത്താൽ എന്നെ അഭിഷേകം ചെയ്യുന്നത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ആണ് നിങ്ങളോടുള്ള അഡ്വാൻസ്ഡ് ലവ് ആണ് നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾ എന്താ തിരിച്ചറിയേണ്ടതെന്ന് അറിയണോ? നിങ്ങൾക്ക് വിഷയമുണ്ട്, പ്രശ്നങ്ങളുണ്ട്, പ്രാരാബ്ധമുണ്ട്, രോഗമുണ്ടെന്നല്ല. നിങ്ങൾ തിരിച്ചറിയണം ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുവെന്നാണ്. കാര്യം ഇന്നുവരെ കണ്ടിരിക്കുന്ന കൃപാസനം മാതാവിലൂടെയാണ് ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സ്നേഹം ജനങ്ങളിലേക്ക് കൈമാറുന്നതെന്ന് ഉള്ള ധാരണ എനിക്കുള്ളത്. തെറ്റിദ്ധാരണയൊന്നുമല്ല. എൻ്റെ ധാരണയ്ക്ക് ആവശ്യമായ ഉപോത്ബലമായ അനുദിന സാക്ഷ്യങ്ങൾ കേട്ടാൽ മതി. ഇന്നലെ ഒരു സാക്ഷ്യം ഉണ്ടായി, ജോസിനി, ഞാൻ ഇട്ടിട്ടുണ്ടെന്ന് തോന്നാം. അവിടെ ജോസിൻ്റെ സാക്ഷ്യം എന്താ? ജോസിൻ്റെ അമ്മ പറഞ്ഞ്, എടി നിന്നെക്കുറിച്ച് കൃപാസനം മാതാവിന് ഭയങ്കര സങ്കടം കേട്ടാന്ന് പറയും. പോതള്ളേന്ന് പറയും. വല്ല കാര്യമുണ്ട്? അവൾക്കുണ്ട കൃപാസനം മാതാവ്, കോഴിക്കോട്ടെ ചക്രാജി എന്ന് പറഞ്ഞ പോലെ അവൾക്ക് വല്ലതും അറിയാമോ? അപ്പം സ്വപ്നത്തേക്ക് ഈ അമ്മയോട് പറഞ്ഞ് എനിക്ക് അവളെക്കുറിച്ച് സങ്കടമുണ്ടെന്ന് പറഞ്ഞ്, അപ്പോൾ അവിടെ അമ്മ പൊട്ടി. അങ്ങനെ എടി നിന്നെക്കുറിച്ച് കൃപാസനം മാതാവിന് ഭയങ്കര സങ്കടമാണെന്ന്. ഇങ്ങനെ പോതള്ളേ, ഇന്ന് വല്ല കാര്യമുണ്ട്? പക്ഷേ എന്താന്ന്, നീ പോയൊരു ഉടമ്പടി എടുക്കടി എന്ന് പറഞ്ഞ്. ആരോട് പറഞ്ഞു? നിന്നെക്കുറിച്ച് കൃപാസനം മാതാവിന് ഭയങ്കര സങ്കടമാണ്, നീ പോയൊരു ഉടമ്പടി. ഉള്ള നല്ല പണിയായി. ഞാൻ ഈ കൊച്ചിനെ 3 കുഞ്ഞുങ്ങളെയും കൊണ്ട് എന്ത് ചെയ്യാനാണ് പറയണത്? അവൾ ചൂടായി. ഞാൻ ഈ 3 ശരി അവളെ ചെയ്യാണ്, 3 കുഞ്ഞുങ്ങൾ അവളെ ഉള്ളു, അവളെ കുറ്റം വലിയ കാര്യമില്ല. അവൾക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്, ചെറുട്ടെന്ന് അഴിയും പോലുള്ള 3 കുഞ്ഞുങ്ങളുണ്ട്. അതിനെ വളർത്തിക്കൊണ്ട് പോകുന്നത് ആകുമ്പോൾ അവർ അറിയാം, ഒരെണ്ണം ഒരുന്നിട്ട് വരുമ്പോൾ മറ്റേ ഉറങ്ങുമ്പോൾ മറ്റേ ചോറ് ചോദിക്കുമ്പോൾ ഇതിന് ഉറങ്ങണം, കളിയല്ലേ. ഈ 3 കൂടി വളർത്തിയെടുക്കുമ്പോൾ നിനക്ക് പ്രാന്ത് പിടിക്കും നമ്മൾ. അപ്പോൾ അങ്ങനെ ജീവിക്കണ ജീവിതമാണ്. അപ്പോൾ പക്ഷേ അവരോട് പറഞ്ഞിങ്ങനെ ഉടമ്പെടുക്കാൻ പറയുക. അപ്പോൾ ഈ അമ്മ നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ അവസ്ഥ, മാറി താമസിക്കുന്നവരാണേ. അപ്പോൾ ഞാൻ ഈ 3 കുഞ്ഞുങ്ങളെ കൊണ്ട് എങ്ങനെ ഉടമ്പെടുക്കാനാണ്? അപ്പോൾ ദൈവത്തിനുള്ള പ്രശ്നം അറിയോ? ദൈവം ഈ ഉടമ്പെടുക്കാനൊക്കെ പറയുമ്പോൾ നമുക്ക് കൈയും ഒഴിയത്തില്ല, കാലും ഒഴിയത്തില്ല, തലയും ഒഴിയാത്ത സമയത്ത് ഉടമ്പെടുക്കാൻ പറയത്തുള്ളൂ. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, നിങ്ങൾ സമാധാനകാലത്ത് ഉടമ്പെടുക്കാൻ പറയും, ഒരിക്കലും പറയത്തില്ല. നിങ്ങളെക്കൊണ്ട് ഒഴിവ് കഴിവ് പറയിപ്പിക്കാനാണ് ദൈവം കാത്തിരിക്കണത്. ഒഴിവ് കഴിവ് പറയിപ്പിച്ചിട്ട് ഇവനെ ഒഴിവാക്കണം. കാരണം മനസ്സിലായി, ഈ അടുപ്പം നിങ്ങൾ മനസ്സിലാക്കണം. ഒഴിവ് നിങ്ങളെക്കൊണ്ട് ഈ 3 കുഞ്ഞുങ്ങളുണ്ട്, 4 കുഞ്ഞുങ്ങളുണ്ട്, ഭർത്താവുണ്ട്, ആന കൂനെന്നൊക്കെ പറഞ്ഞിട്ട്
ഒഴിവ് കഴിവ് നിങ്ങളെക്കൊണ്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ ബിസി ആയിരിക്കുമ്പോഴും നിങ്ങൾ ഏറ്റവും കൂടുതൽ തിരക്കായിരിക്കുമ്പോഴും ആണ് ദൈവം ഉടമ്പടി എടുക്കാൻ പറഞ്ഞതും നിങ്ങളെ കൊണ്ട് നിർബന്ധിച്ചുകൊണ്ട് ആലപ്പുഴ ജില്ലാമൊക്കെ പറയണത്. എന്താ കാര്യം എന്നറിയാമോ? നിങ്ങളുടെ ഒഴിവ് കഴിവ് കേട്ടിട്ട് ദൈവത്തിൻ്റെ ഫസ്റ്റ് റെഫറൻസിൽ നിങ്ങളെ വെട്ടിക്കളയണം. അതാണ് ഉദ്ദേശിക്കണം ഒഴിവ് കഴിവ്. ബൈബിളിൽ ഇപ്പോഴും തുടങ്ങിയല്ല, പണ്ട് പോലെ അസുഖം ദൈവത്തിൽ ഉള്ളതാണ്. കള്ളന്മാരെ ഒന്നും കൂടെ നിർത്തത്തില്ല, ഈ വയറ്റിപ്പഴുപ്പുകാരെ ഒന്നും നിർത്തത്തില്ല. ഇപ്പം നമ്മൾ വായിച്ച ഒരു സൂചനയാണല്ലോ, ശ്രുതിയുടെ മക്കളെ ലൂക്ക 14:18 വായിച്ചേ. യേശുവേ സ്തുതി, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ലൂക്ക 14:18. എന്നാൽ അവരെല്ലാവരും ഒന്നുപോലെ ഒഴിവ് കഴിവ് പറയാൻ തുടങ്ങി. മനസ്സിലായില്ലേ? ഒഴിവ് കഴിവ് പറയുന്ന ആൾക്കാരാണ് വിളിക്കണത്. എന്തിനാണ്? അവൻ്റെ വായും തന്നെ ആ ഒഴിവ് കേട്ടിട്ട് പട്ടികന്ന് വെട്ടിക്കളയാൻ വേണ്ടിയാണ്. നമുക്ക് ദൈവത്തിൻ്റെ നടക്കുന്ന ബുദ്ധി വേണം ആദ്യം. ആ 14:18 എന്താ പറഞ്ഞു? ഒന്ന് വായിച്ച്. അതിക്ക് മുമ്പുള്ള വചനം എന്താ? സദ്യക്ക് സമയമായപ്പോൾ അവൻ ദാസനെ അയച്ച് പടിയായി. സദ്യക്ക് സമയമായ, ദൈവം അനുഗ്രഹിക്കാൻ സമയമായെന്നാണ് പറയണത്. ദൈവം അനുഗ്രഹിക്കാൻ സമയമാവണ എപ്പോഴാണ്? അപ്പോൾ ദാസനെ അയച്ച് ക്ഷണിക്കപ്പെട്ടവരെ അറിയിച്ചു. വരുവിൻ എല്ലാം തയ്യാറായിരിക്കും. വന്ന് ഉടമ്പടി എടുത്തോളാൻ പറഞ്ഞിരിക്കണേ. നിന്നെ അനുഗ്രഹിക്കാൻ സമയമായി, വന്ന് ഉടമ്പടി എടുക്കാൻ പറയണേ. എന്നാൽ അവരെല്ലാവരും ഒന്നുപോലെ മുണ്ണകളാണ്. എന്നാൽ അവരെല്ലാവരും ഒന്നുപോലെ ഒഴികഴിവ് പറയാൻ തുടങ്ങി. ഒരു കാര്യം പറയണേ. എന്താ ഒഴികഴിവ്? ഒന്നാമൻ പറഞ്ഞു ഞാനൊരു വയൽ വാങ്ങി എന്ന് അത് പോയി കാണേണ്ടിയിരിക്കുന്നു. ദൈവത്തെക്കാൾ വലിയ വയല് പോരെ? ഞാനൊരു വയൽ വാങ്ങി അത് പോയി കാണണമെന്ന്. അപ്പം അതായത് നിങ്ങളുടെ റെഫറൻസ് ദൈവം നോക്കും. ദൈവത്തിനാണ് വില, വയലിനാണ് വില. ദൈവത്തിനാണ് വില, ലോകത്തിനാണ് വില. ഇത് ദൈവം നോക്കും. ഇതൊരു വൈബായിട്ട് വേണം എടുത്തോ. ഒരു പരീക്ഷണമാണിത്. അതായത് നീ ഏറ്റവും കൂടുതൽ ബിസി ആയിരിക്കുന്ന സമയത്താണ് ദൈവം സമയമായെന്ന് പറഞ്ഞ് നിന്നെ വിളിക്കണത്. നീ വെറുതെ നീ ഇച്ചിരി അടിച്ചിരിക്കുന്ന സമയത്ത് വിളിക്കത്തില്ല നിന്നെ. അതാണ് വിഷയം. അത് നമ്മൾ മനസ്സിലാക്കാനുള്ള ജ്ഞാനവും ബോധമൊക്കെ ഉണ്ടാകണം. ഇപ്പം എന്താ അടുത്ത ആളെ ഉടായി പറയുന്നുണ്ട്. മറ്റൊരുവൻ പറഞ്ഞു ഞാൻ 5 ജോഡി കാളകളെ വാങ്ങി. ഓലക്ക പിണ്ണാക്ക്. അവനെന്താ ചെയ്തത്? അവൻ 5 ജോഡി കാളകളെ വാങ്ങിയെന്ന്. അവയെ പരീക്ഷിച്ചു നോക്കുവാൻ ദൈവത്തെക്കാൾ വലിയ കാള പോരെ? ഇത് തന്നെയല്ലേ മനുഷ്യൻ്റെ അവസ്ഥ. ദൈവത്തെക്കാൾ വലിയ കാള. 5 ജോഡി കാളയെ വാങ്ങി അതിൻ്റെ അകത്ത് കലപ്പ വെച്ച് നോക്കണമെന്ന്. എടാ പന്നി, നിൻ്റെ കലപ്പ വെച്ച് നോക്കാൻ നിൻ്റെ കൈക്ക് വാദം വന്നാൽ നീ എന്ത് വെച്ച് നോക്കാൻ പറ്റത്തില്ല. ബുദ്ധിയില്ല മനുഷ്യനെ. അവൻ്റെ മനുഷ്യൻ്റെ കഴിവിൽ തന്നെ ആശ്രയിക്കുന്നവനാണ് ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് കലപ്പ വെച്ച് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കുകയാണ്. ഇതല്ലേ പരിപാടി. എൻ്റെ ജീവിതത്തിൽ ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് എൻ്റെ കഴിവ് കൊണ്ട് തന്നെ ഞാൻ ചെയ്യാൻ പറ്റും. അഹങ്കാരിയാണ് അവൻ. അടുത്ത വചനം വായിച്ചേ. മൂന്നാമതൊരുവൻ പറഞ്ഞു. അടുത്ത അവതാരം വരുന്നുണ്ട്. മൂന്നാമതൊരുവൻ വന്ന് പറഞ്ഞു എൻ്റെ വിവാഹം കഴിഞ്ഞതേ ഉള്ളൂ. പണിയായി പെണ്ണുമ്പിള വന്നെന്ന്. എന്നാ പിന്നെ ഇനി ആരും വന്നിട്ട് കാര്യമില്ല. പിന്നെ ആരും വന്നിട്ടൊരു കാര്യമില്ല. പെണ്ണുമ്പിള്ള വന്നെന്ന്. എന്താണ് അതിന് ഞാൻ പോട്. മൂന്നാറിൽ പോയി മുറിയെടുത്ത് താമസിക്കാൻ പോയേ. ഇതാണ് അവൻ്റെ ഓരോ. അത് ഈ ഉടായ്പൊക്കെ പറഞ്ഞ ആരോടാണ്? ഇങ്ങോട്ട് ഉണ്ടാക്കി വിട്ടവനോടാണ് പറയണത്. ദൈവത്തോടാണ് പറയണത്. ഓരോ പരിപാടികളുണ്ടെന്ന് നിങ്ങളത്. എന്നിട്ട് ഈശോ എന്ന് പറഞ്ഞാൽ എനിക്ക് ഈശോനെ പേടിയുമാണ്. ചില സമയത്ത് ഈശോയുടെ കോമഡി കേട്ട് ചിരിയും വരും എനിക്ക്. എന്താ കാര്യത്തില്ലേ? ഇതെല്ലാം നോക്കിയേ, ഇതെല്ലാം അടിപ്പനാണ്. ഇതെല്ലാം പണിതരികയാണ്. ഈശോ മനസ്സിൽ ചിരിക്കുന്നതാണ് ഇത് പറയുമ്പോൾ. എന്നുവെച്ചാൽ ഓരോ മനുഷ്യൻ അവൻ ഏറ്റവും കൂടുതൽ തിക്കലും അവന് തിരക്കുള്ള സമയത്തായിരിക്കും ദൈവം അവനെ വിളിക്കണത്. വെറുതെ ഈസി ആയിട്ട് കഴിയുമ്പോൾ വിളിക്കത്തില്ല. ഇപ്പോൾ അനീഷാനെ എന്താ ചെയ്യിക്കണത്? ജോസിനിക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. ആ സമയത്ത് തന്നെ അമ്മയോട് പറഞ്ഞു, കൃപാസനം മാതാവിന് ഭയങ്കര സങ്കടമാണ്, സ്വപ്നത്തിൽ ഞാൻ കണ്ടായിരുന്നു, നിന്നെക്കുറിച്ച് സങ്കടമാണ്, നീ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പോകുന്നില്ല, നിങ്ങൾക്ക് നല്ല വേറെ പണിയുണ്ടാ, എനിക്ക് 3 കുഞ്ഞുങ്ങളോട് കാണാൻ പറ്റില്ല, നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, ഈ മാതാവിനെ അറിയാൻ പറ്റില്ല, പോട്ടെ, നിങ്ങൾക്കറിയാമല്ല. അതാണ് അവളുടെ നിലപാട്. അപ്പം പിന്നീട് മാതാവ് ഇവളോട് പറയും, അതാണ് എനിക്ക് എൻ്റെ ഉൾക്കാഴ്ചയിൽ അമ്മ തെളിഞ്ഞു വന്നതാണ്. പിന്നെ അവൾ പറയണത്, പിറ്റേ ദിവസം ഞാൻ പോകുന്നില്ലെന്ന് കണ്ടപ്പോൾ അമ്മ സ്വപ്നത്തിൽ എൻ്റെ അടുത്ത് വന്നതും പറഞ്ഞ്, ഹസ്ബൻഡിന് എന്താ കുഴപ്പമുണ്ട്, നീ വന്ന് ഉറമ്പെടുക്കാൻ പറഞ്ഞ്. ആ പറഞ്ഞ് അമ്മയോട് പറഞ്ഞ എന്നോടൊന്നും പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു. എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവക്ക് തോന്നി, ഞാൻ ചിലപ്പോൾ തോന്നിയായിരിക്കും
കാര്യം എന്നോട് പറഞ്ഞിട്ടില്ല. ഈ കൂടെ കിടക്കുന്നവർക്കല്ലേ രാപ്പനെ അറിയാൻ പറ്റില്ല, മാതാവിനെ എങ്ങനെ അറിയാൻ പറ്റുമെന്നാണ് ഇവൾ ചോദിക്കുന്നത്. ഇതാണ് ഇവളുടെ ചോദ്യം. എന്തൊരു പൊട്ടിയാണ്. പക്ഷെ അതിനുശേഷം ഇവൾ പിന്നെയും മാതാവ് രണ്ടാമത്തെ പ്രാവശ്യം പറഞ്ഞ് നീ വന്ന് ഉടമ്പടിയിട്, ഹസ്ബൻഡ് എന്തോ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞു. ഉടനെ ഇവൾ ഹസ്ബൻഡിനെ വിളിച്ച്, എടോ തനിക്ക് വല്ല കുഴപ്പമുണ്ടോ? ഇല്ല. അല്ല അങ്ങനെയല്ല, ഉടമ്പടി എടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ പറഞ്ഞു ഞാൻ നിന്നോടത് പറയാനിരിക്കരുത്, നമുക്ക് നാളെ പോകാം. അയാൾക്ക് കുഴപ്പങ്ങളുണ്ട്. ഇവളോട് എന്ത് പറയാനാണെന്ന് വിചാരിച്ചിട്ട് പറയാം. 2-3 കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടിരിക്കുകയല്ലേ, രാത്രിയും പകലും അവനും ഉറക്കമില്ല ഈ പെണ്ണിനെ. അപ്പോൾ അതിനെക്കുറിച്ച് ഈ വീട്ടിലെ കുഴപ്പം കൂടി എങ്ങനെ അവളോട് പറയണം? അതിൽ നല്ല ഹസ്ബൻഡാ, അപ്പോൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ പറയാതെ ഇങ്ങനെ ചെയ്യുമ്പോൾ രണ്ടുപേരും ഒന്ന് ഉടമ്പെടുത്തപ്പോൾ അവനോട് പറയും നമുക്ക് ഒരു പ്രാവശ്യം ഉടമ്പെടുത്താൽ മതിയേ, 90 ദിവസം, അച്ഛനൊന്നും കാണേണ്ട ആവശ്യമില്ല. ഇവർ രണ്ടും കൂടി ഇവിടുന്ന് സംസാരിച്ച് ധാരണ എത്തി. അപ്പം മാതാവ് രാത്രി പറഞ്ഞ് അച്ഛനെ പോയി കാണടി എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ എന്നോട് ചില ആൾക്കാർ പറയും നിങ്ങളിത് സെൽഫ് മാർക്കറ്റിംഗ് നടത്തുകയാണെന്ന്. സെൽഫ് മാർക്കറ്റിംഗ് നടന്ന കക്ഷി ഇവിടെ ഇരിപ്പുണ്ട്, ഞാനല്ല. ഇവർ പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത്, ഞാൻ പറഞ്ഞ കാര്യമല്ലേ പറയണത്. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ ഗൾഫിൽ നിന്ന് വന്ന് നിൽക്കുകയാണ്. ഗൾഫിൽ കോവിഡായിട്ട് പോന്നിട്ട് പിന്നെ ജോലിയില്ല. ഇയാളൊരു കമ്പനി, ഒരു ഹോട്ടൽ, റെസ്റ്റോറൻറ്റിൽ കാശ് മുടക്കി ആ കാശ് മൊത്തം പോയി. പിന്നെ ട്രിവാൻഡ്രത്ത് പോയി വേറെ റെസ്റ്റോറൻറ്റ് എടുത്ത് 4 പേരുമായിട്ട് ആ കാശ് മൊത്തം പോയി. ഇപ്പം കടക്കാർ വളഞ്ഞ് തെണ്ടിത്തിരിഞ്ഞ് കിഡ്നി വരെ പണയം വെക്കാൻ നിൽക്കുകയാണ്. ഈ മനുഷ്യൻ കടിച്ചിറക്കി ജീവിക്കുകയാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഞാനോട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, അമ്മ നിന്റെ കാര്യം സെറ്റാക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വിട്ടാരാ. ഒരാഴ്ചക്കുള്ളിൽ തന്നെ അവന് ജോലി കിട്ടി വേറെ പോയി. അവന് ഒരു ജോലി കിട്ടി അവൻ വേറെ പോയി. അവനിപ്പം നല്ല ശമ്പളമായി, അവരുടെ കടങ്ങളൊക്കെ പരിഹരിച്ച്, അവൻ്റെ സങ്കടങ്ങളെല്ലാം പരിഹരിച്ച് അവർ സാക്ഷ്യവും പറഞ്ഞു. നോക്കിയേ, ഒരു വിഷയം കണ്ട, ഒരമ്മയോട് സ്വപ്നത്തിൽ മാതാവ് വന്ന് പറഞ്ഞു നിൻ്റെ ഹസ്ബൻഡിന് എന്തോ നിൻ്റെ മകളോട് ഇന്ന് പറയണം ഉടമ്പടി എടുക്കാൻ. ഇതാണ് ദൈവസ്നേഹം എന്ന് പറയണത്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല ഈ കാലത്ത് ദൈവത്തിൻ്റെ സ്നേഹം മുഴുവനും കൃപാസനം മാതാവിലൂടെയാണ് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഓർത്ത് ചുമ്മാ അച്ഛൻ കൃപാസനം മാതാവിനെ ചുമ്മാ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞല്ല. ഇത് മനുഷ്യൻ്റെ അനുഭവമാണ് ഇപ്പോഴത്തെ. ഞാൻ അച്ഛനായിട്ട് 38 വർഷമായി നിങ്ങൾ പറഞ്ഞില്ലേ, ഞാൻ എന്തുമാത്രം ധ്യാനങ്ങൾ നടത്തിയിരിക്കുന്നു, എന്തുമാത്രം പ്രാർത്ഥനാ രൂപങ്ങൾ ആൾക്കാരെ കണ്ടിരിക്കുന്നു. ഇന്ന് വരെ ഈ ഉടമ്പടിയിലുള്ള പോലെയുള്ള ദൈവാനുഭവങ്ങൾ എൻ്റെ ജന്മത്തിൽ ഞാൻ വായിച്ചിട്ടോ കേട്ടിട്ടോ പോലുമില്ല. ദൈവം ഒരു മനുഷ്യൻ്റെ അവൻ്റെ സങ്കടങ്ങളെ രഹസ്യമായി മനസ്സിലാക്കിയിട്ട് അവൻ്റെ ഭാര്യയെ കൊണ്ട് ഉടമ്പെടുക്കാൻ വേണ്ടി അവളുടെ അമ്മയോട് വന്ന് പറഞ്ഞിട്ട് പിന്നീട് അവളോട് പറഞ്ഞിട്ട് എന്താ നിങ്ങളാണോ വർക്ക് ചെയ്യണം, ഞാനാണോ? നമ്മൾ ആരും വർക്ക് ചെയ്തില്ലെങ്കിലും മാതാവ് ഇറങ്ങി വർക്ക് ചെയ്യും. അതാണ് സഞ്ചാരി മാതാവ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. മക്കളെ സന്തോഷത്തോടെ ഇരിക്കുക. ഈ ലോകത്ത് ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ തണലിലാണ് നിങ്ങൾ നിർത്തപ്പെട്ടിരിക്കുന്നത്, വിളിക്കപ്പെട്ടിരിക്കുന്നത്, ആകർഷിക്കപ്പെട്ടിരിക്കുന്നത്. ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിക്കുക. സ്നേഹത്തോടെ ദൈവത്തിന് കൂടെ ആയിരിക്കാൻ തീരുമാനിക്കുക. നിബന്ധനകളെക്കാൾ നിയോഗങ്ങളെക്കാൾ വലുതാണ് ദൈവം. എളിമപ്പെട്ടുകൊണ്ട് ദൈവത്തെ സമർപ്പിതരാകുക. ദൈവം നിങ്ങളെ പ്രസാദിക്കട്ടെ. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. നിങ്ങളെ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട്, അല്ലെങ്കിൽ യേശുവെ അതറിയാൻ പാടില്ലാത്തവർ യേശുവെ സ്വസ്ത്രം, യേശുവെ നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് ശരീരത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് കൈ ഇങ്ങനെ തൊട്ട് പോകണം. വേദന എല്ലായിടത്തും വേദന ചുമ്മാ യാന്ത്രികമായിട്ട് ചെയ്യരുത്, വിശ്വാസത്തിൽ ചെയ്യുക. കർത്താവ് നിങ്ങളെ സ്പർശിക്കുന്ന സമയമാണ്. നിങ്ങൾ കൈ ഉയർത്തുക. കർത്താവെ, കൈ ഉയർത്തപ്പെട്ട കൈകളിലേക്ക് നിന്റെ തിരുമുറിവാർന്ന വലതുകരം വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിന്റെ തിരുരക്തത്താൽ മക്കളുടെ കൈകളെ സ്നാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൈകളെല്ലാം എവിടെയെല്ലാം വെക്കുന്നു അവിടെയെല്ലാം ദൈവികമായ ശക്തി, രക്തസ്രാവ രോഗിയിലേക്ക് ഇറങ്ങിപ്പോയ ദൈവികമായ ശക്തി അവരിലേക്ക് ഇറങ്ങി വസിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിന്റെ വിശുദ്ധ കുരിശിനെ കർത്താവെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. കർത്താവിൻ്റെ നാമത്തെ കർത്താവെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. കർത്താവ് ഈ കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ഓരോ ഇടങ്ങളിൽ വെക്കട്ടെ, ഓരോ ഇടങ്ങളിൽ വെച്ചുകൊണ്ട് സ്തുതിക്കട്ടെ, ഓരോ ഇടങ്ങളിൽ വെച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ
മഹത്വപ്പെടുത്തണമേ. കർത്താവിന്റെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. എൻ്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തെ പ്രാർത്ഥിക്കുന്ന, കുറിച്ചപ്പെട്ടവരുടെ നാമത്തെ പ്രാർത്ഥിക്കുന്ന, തിരുവിലാൽ മുരുവറ്റവരുടെ നാമത്തെ പ്രാർത്ഥിക്കുന്ന, മുൾക്കിടം ചുടിയവന്റെ നാമത്തെ പ്രാർത്ഥിക്കുന്ന കർത്താവെ, അങ്ങനെ മുതുകിലാണല്ലോ കർത്താവ് ശത്രുക്കളെ കർത്താവ് ഉഴുതു മറിച്ചത്. മുതുകിൽ ഉഴുതു മറിച്ചവന്റെ നാമത്തെ പ്രാർത്ഥിക്കുന്ന, യേശുക്രിസ്തു നാമത്തെ പ്രാർത്ഥിക്കുന്ന, ഉദ്ധാരിച്ചതിന്റെ നാമത്തെ പ്രാർത്ഥിക്കുന്ന, മാരക രോഗങ്ങള്, തീരാവേദികള്, ഉച്ച മുതല് ഉള്ളം കലുവരെ ആന്തരിക അവയവങ്ങളുടെ രോഗങ്ങള്, ത്വക്ക് രോഗങ്ങള്, ആന്തരിക അവയവങ്ങളുടെ രോഗങ്ങള് യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ, എല്ലാ രോഗങ്ങളും യേശുനാമത്തിൽ സുഖപ്പെട്ടുകൊണ്ട് സൗഖ്യം നൽകണമേ, നാഥാവരേണമേ, എന്നിൽ നിറയണമേ, നാഥാവരേണമേ, സൗഖ്യം നൽകണമേ, നാഥാവരണമേ, നാഥാവരേണമേ, എന്നിൽ നിറയണമേ, നാഥാവരേണമേ, സൗഖ്യം നൽകണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എൻ്റെ മക്കളെ, നിങ്ങൾ വിശ്വാസത്തോടെ സ്തുതിച്ചാൽ മതി. ബാക്കി ഈശോ നിർവഹിക്കും. പരിനിർത്ത് ഉള്ളുകൾ പോയ കർത്താവിൻ്റെ അനുഗ്രഹം നിന്റെ ശരീരത്തിലേക്ക് വീഴാൻ പോകുന്ന സമയമാണ്. കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ നീ കുളിപ്പിക്കപ്പെടാൻ പോകുന്ന സമയമാണ്. കർത്താവ് മരുന്നും ലേപനം അല്ല, അങ്ങനെ ഭക്ഷണമാണ്. അങ്ങനെ മക്കളെ സുഖപ്പെടുന്നു. വചനത്തിന് കർത്ത ശക്തിയാൽ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ കർത്താവ് പ്രാർത്ഥിക്കുന്ന കർത്താവെ, നീ സ്പർശിക്കണം. അടിപ്പിണർ പോലെ, വൈദാഘാലം പോലെ ദൈവികമായ ശക്തി ഉച്ചമുതൽ ഉള്ളംകാലം വരെ ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരെ, തീർത്ഥാടനത്തിൽ പ്രാർത്ഥിക്കുന്നവർ, കർത്താവ് പിൻകഴുത്തിലെ രോഗങ്ങൾ, സ്പോണ്ടിലോസിസ് രോഗങ്ങൾ, കർത്താവ് അതുപോലെ തന്നെ തൈറോയിഡ് രോഗങ്ങൾ, ടോൺസിൽ രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ, കർത്താവ് വെള്ളപ്പാണ്ട് രോഗങ്ങൾ, ഉദര രോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ, കരട് രോഗങ്ങൾ, ഹൃദയ രോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ, പാതി രോഗങ്ങൾ, പിസ്റ്റുല രോഗങ്ങൾ, പീസോഡ് രോഗങ്ങൾ, രക്തസ്രാവ രോഗങ്ങൾ, അരസിസ് രോഗങ്ങൾ യേശുക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. എല്ലാ രോഗങ്ങളും യേശുനാമം മഹത്വപ്പെടുത്തുവാൻ സൗഖ്യം നൽകണമേ, നാഥാവരേണമേ, എന്നിൽ നിറയണമേ, നാഥാവരേണമേ, സൗഖ്യം നൽകണമേ. എൻ്റെ മക്കളെ, ഇന്നലെ രാത്രിയൊക്കെ ഞാൻ വളരെ വല്ലാതെ ഇങ്ങനെ വ്യസനിക്കായിരുന്നു. ഞാൻ വ്യസനിച്ച കാര്യങ്ങൾ കർത്താവിനോട് പറഞ്ഞത്, നാട്ടിലെ പഴയ പട്ടിണിയൊക്കെ തിരിച്ചു വരുന്നുണ്ടോ? ചില കുടുംബങ്ങളിലൊക്കെ വളരെ ജോലിയില്ല, ജോലിക്ക് പോകാൻ ആളില്ല, അവരെ തിരക്കാൻ ആളില്ല, അവർക്ക് ചോദിക്കാൻ അഭിമാനമുള്ളതുകൊണ്ട് ചോദിക്കുന്നില്ല, സങ്കടപ്പെട്ട് ജീവിക്കുന്നു എന്നൊക്കെയാണ് ഈശോ പറഞ്ഞത്. അവരെല്ലാവരും ഈ സമയത്ത് നമ്മൾ ഞാൻ ഓർക്കുകയാണ്. അൾത്താറയിൽ പഴയ കാലം ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് പ്രാർത്ഥിക്കണം. മക്കളെ, നിങ്ങൾ ഒത്തിരി പേര് നല്ലവരോ ജീവിക്കുന്നു എന്ന് വിചാരിക്കുമ്പോൾ അതുപോലെയാണ് കേരളം മുഴുവൻ ജീവിക്കണം നിങ്ങൾ കരുതരുത്. പലതരത്തിൽ വിഷമിക്കുന്ന ആൾക്കാരുണ്ട്. ഉടമ്പടി എടുത്തവരെ എല്ലാവരുടെയും സങ്കടങ്ങൾ നിങ്ങളെ അറിയിക്കാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണം. അവർക്കെല്ലാം കർത്താവിൻ്റെ പണിയാളായിക്കൊണ്ട്, പ്രേക്ഷിതയായിക്കൊണ്ട് അവരെല്ലാം സഹായിക്കാനുള്ള സമ്പത്തും ആരോഗ്യവും അനുഗ്രഹവും നിങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കണം. കർത്താവ്, നീ എന്നെ ബലപ്പെടുത്തണമേ, സാമ്പത്തികമായി ബലപ്പെടുത്തണമേ, ആരോഗ്യമായി ബലപ്പെടുത്തണമേ. നിൻ്റെ നാമത്തിൽ ഞാൻ നിൻ്റെ മക്കളെ സഹായിക്കാൻ വേണ്ടി എന്നെ സ്വർഗത്തിൻ്റെ ഉപകരണമാക്കണമേ. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കട്ടെ. ബലപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിക്കട്ടെ. മറ്റുള്ള സഹായിക്കാൻ വേണ്ടി, പ്രേക്ഷിത ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. സമ്പത്തിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ.
മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാൻ വേണ്ടി അവർ കൂടെ അവരുടെ കാര്യം കൂടെ അന്വേഷിക്കാൻ വേണ്ടി പ്രേക്ഷിത ഗുണങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. കർത്താവിൻ്റെ ശക്തി, സ്വർഗത്തിൻ്റെ ശക്തി, ഉയർപ്പിൻ്റെ ശക്തി, ഉദ്ധാനത്തിൻ്റെ ശക്തി, കർത്താവിൻ്റെ കൃപ നിങ്ങളിലേക്ക് ഒഴുകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ നിങ്ങൾ കഴുകപ്പെടട്ടെ, നിങ്ങൾ ശക്തിപ്പെടട്ടെ, നിങ്ങൾ ബലപ്പെടുത്തട്ടെ. മാരക രോഗങ്ങൾ, തീരാവേദികൾ, PCOD രോഗങ്ങൾ, എപ്പിലെപ്സി രോഗങ്ങൾ, PCOD രോഗങ്ങൾ, എല്ലാ തരത്തിലുള്ള രോഗങ്ങളും യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. എല്ലാ ജീവിത ദുരിതങ്ങളും മഹത്വപ്പെടുത്തണം. സൗഖ്യം നൽകണമേ, നാഥാവരണമേ, എന്നിൽ നിറയണമേ, നാഥാവരണമേ, സൗഖ്യം നൽകണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് മക്കളെ, ജോലിയില്ലാത്തവര്, വിദേശ നാടുകളിൽ കുടുങ്ങിപ്പോയവർ, ജയിലിലായി പോയവർ, കേസ് അകപ്പെട്ടു പോയവർ, വിസ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുന്നവർ, കാശ് ഏജൻസി കൊടുത്ത് കിട്ടാതിരിക്കുന്നവർ, പോകാൻ പറ്റാതെ വന്നിരിക്കുന്നവർ, കടം കയറി മുടി ചെയ്യുന്നവർ, വീടില്ലാത്തൊരു, സ്ഥലമില്ലാത്തൊരു, വഴിയില്ലാത്തൊരു, വെളിച്ചം പോലും കിട്ടാത്തവർ, വിവാഹത്തിൽ പിരിയാൻ പോകുന്നവർ, വിവാഹം ഒത്തുവരാത്തവർ, മക്കളില്ലാത്തവർ, കോടതി കേസ് കിടക്കുന്നവർ, ഒരു രാജ്യത്ത് നിന്ന് മറ്റു രാജ്യത്തിലേക്ക് പോകാതെ ഇരിക്കാൻ വിവാഹമില്ലാതെ പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ, വിദേശ രാജ്യങ്ങളിൽ തന്നെ വളരെ സംഘർഷങ്ങളോടുകൂടെ സാമ്പത്തിക തകർച്ചയോടുകൂടി ജോലിയില്ലാതെയൊക്കെ ജീവിക്കുന്നവരെ, വിഷമിച്ച് ജീവിക്കുന്നവരെ, നാട്ടിൽ അവരുടെ വീട്ടുകാർ അതിനേക്കാൾ വരെ വേദനയിലേക്ക് താഴിയുന്നവരെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കട്ടെ, തൊഴിൽ മേഖലയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കട്ടെ, തൊഴിൽ അറ്റുപോയവർ പ്രാർത്ഥിക്കട്ടെ, തൊഴിൽ മരവിച്ചു പോയവർ പ്രാർത്ഥിക്കട്ടെ, തൊഴിലില്ലാത്ത സംബന്ധിച്ച് പ്രാർത്ഥിക്കട്ടെ. ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെക്കുറിച്ചിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ മാർഗ തടസ്സങ്ങൾ, ജീവിത ദുരിതങ്ങൾ ദൈവത്തിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. നാഥാവരണമേ, എന്നിൽ നിറയണമേ, നാഥാവരണമേ, സൗഖ്യം നൽകണമേ, നാഥാവരണമേ, എന്നിൽ നിറയണമേ, നാഥാവരണമേ, സൗഖ്യം നൽകണമേ. മുട്ടനിക്കുക. വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക.
ആശീർവാദം വാങ്ങിക്കുക, മുട്ടനിക്കുക. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്കൊരു നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കാലബിനെ പോലെ പൂർണ്ണമായി നിന്നെ അനുഗമിക്കുവാൻ, തിരിച്ചു പോകാത്ത സ്നേഹത്താൽ, പ്രവർത്തനനിരതമായ വിശ്വാസത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും ഈ ആരാധനയിലൂടെ പ്രത്യേകമായി തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം.